പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു എന്ന് തന്നെയല്ലേ? 81 അംഗ പുതിയ സംസ്ഥാന കമ്മിറ്റി, അത് തന്നെയല്ലേ ഏറ്റവും പുതിയ വരാം? ഞാൻ ആ ഡീറ്റെയിൽസ് തരാം. 89 അംഗ 89 യെസ്. അതിൽ പുതിയതായി വന്ന ആളുകളുടെ പേരുകൾ പറയാം. എം രാജഗോപാൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്ത എം രാജഗോപാൽ, വയനാട് ജില്ലാ സെക്രട്ടറിയായി വന്ന കെ റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി ജില്ലാ സമ്മേളനം തിരഞ്ഞെടുത്ത എം മെഹബൂബ്, അതുപോലെ മലപ്പുറത്ത് നിന്നും VP അനിൽ, അതുപോലെ തൃശ്ശൂരിൽ നിന്നും KV അബ്ദുൽ ഖാദർ, കണ്ണൂരിൽ നിന്ന് M പ്രകാശൻ മാസ്റ്ററാണ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, അതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്. സനോജ് കണ്ണൂരിൽ നിന്നും, വസീഫ് കോഴിക്കോട് നിന്നും. K ശാന്തകുമാരി പാലക്കാട് MLA ആണ്. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൃശൂർ. M അനിൽകുമാർ എറണാകുളം. K പ്രസാദ് ആലപ്പുഴ. CR രഘുനാഥ് കോട്ടയം. S ജയമോഹൻ കൊല്ലം. DK മുരളി MLA തിരുവനന്തപുരം. ഇവരാണ് സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുള്ള പുതിയ അംഗങ്ങൾ. ഞാൻ ഒന്നുകൂടി വേഗത്തിൽ പറയാം ആ പേരുകൾ. M രാജഗോപാൽ, K റഫീഖ്, A മെഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, K പ്രസാദ്, CR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി. ഇവരാണ് സംസ്ഥാന സമിതിയിലേക്ക് വന്ന പുതിയ അംഗങ്ങൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പാർട്ടി കോൺഗ്രസിലേക്ക് പ്രതിനിധികളായിട്ട് 175 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് സംസ്ഥാന സമ്മേളനം. ശ്രദ്ധിക്കുക, മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ 175 അംഗങ്ങളാണ് പോവുക. കേരള സംഘമായി ഏകകണ്ഠമായിട്ടാണ് അവരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതുകൂടി പറയട്ടെ. 17 അംഗങ്ങളാണ് ഇപ്പോഴത്തെ സംസ്ഥാനത്ത് 75 എന്നുള്ളതാണ് പ്രായപരിധി. ആ അടിസ്ഥാനത്തിൽ 17 അംഗങ്ങളാണ് സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്, വിരമിച്ചിട്ടുള്ളത് എന്ന നിലയിൽ പറയാം. 89 അംഗങ്ങളാണ് സംസ്ഥാന സമിതിയിലുള്ളത്. ആ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ സംസ്ഥാന സമിതിയിലെ മറ്റംഗങ്ങളെ കൂടി പറയാം. CPM-ന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സംസ്ഥാന സമിതിയിൽ തുടരുന്നു. MV ഗോവിന്ദൻ നിലവിലെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. EP ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുന്നു. CM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, EP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, CK ബിജു, M സ്വരാജ്, PA മുഹമ്മദ് റിയാസ്, KK ജയചന്ദ്രൻ, DN വാസവൻ, സജി ചെറിയാൻ, പുത്തലത്ത് ദിനേശൻ, KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, MV ജയരാജൻ, P ജയരാജൻ, KK രാജേഷ്, TV രാജേഷ്, AN ഷംസീർ, CK ശശീന്ദ്രൻ, അതുപോലെ P മോഹനൻ മാസ്റ്റർ, A പ്രദീപ് കുമാർ, EN മോഹൻദാസ്, CK സൈനബ, CK രാജേന്ദ്രൻ, NN കൃഷ്ണദാസ്, MB രാജേഷ്, AC മൊയ്തീൻ, CN മോഹനൻ, K ചന്ദ്രൻപിള്ള, CM ദിനേശ് മണി, S ശർമ്മ, KP മേരി, R നാസർ, PB ചന്ദ്രബാബു, KP ഉദയഭാനു, S സുദേവൻ, K മെഴ്സിക്കുട്ടിയമ്മ, K രാജഗോപാൽ, S രാജേന്ദ്രൻ, K സോമപ്രസാദ്, MH ഷാരിയാർ, M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, CN സീമ, V ശിവൻകുട്ടി, ഡോക്ടർ N ശിവദാസൻ, K സജീവൻ, MM വർഗീസ്, EN സുരേഷ് ബാബു, CV വർഗീസ്, പനോളി വത്സൻ, രാജു എബ്രഹാം, A റഹീം, VP സാനു, ഡോക്ടർ KN ഗണേഷ്, KS സലീഖ, KK ലതിക, P ശശി, K അനിൽകുമാർ, V ജോയ്, OR കേളു, ഡോക്ടർ ചിന്ത ജെറോ, S സതീഷ്, N ചന്ദ്രൻ, ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ് MP, M രാജഗോപാൽ. ഇത്രയും പേര് സംസ്ഥാന സമിതിയിൽ ഉണ്ട്. സംസ്ഥാന സമിതിയിലേക്ക് പുതിയതായി വന്ന ആളുകളുടെ ലിസ്റ്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. M രാജഗോപാൽ, K റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KV അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, വസീഫ്, ശാന്തകുമാരി, R ബിന്ദു, M അനിൽകുമാർ, K പ്രസാദ്, CR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി. ഇതാണ് വളരെ സമഗ്രമായ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈരളി ന്യൂസ് സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും, കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം കൂടിയുണ്ട്. വീണ ജോർജ് ആരോഗ്യമന്ത്രി സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് കൈരളി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവായി തീരുമാനിച്ചിരിക്കുന്നു. 175 അംഗ സംഘമാണ്, കേരള സംഘമാണ് കേരള മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. ഇവരെയും ഏകകണ്ഠമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ 89 അംഗ സംസ്ഥാന സമിതി, അതുപോലെ തന്നെ വീണ ജോർജിനെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിതാവായി തീരുമാനിച്ചിരിക്കുന്നു എന്നതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. 17 അംഗങ്ങളാണ് ആ നിലയിൽ ഒഴിവാക്കപ്പെട്ടത്, വിരമിച്ചത് പ്രായപരിധി എന്ന പരിഗണന വെച്ചുകൊണ്ട്. എന്നാൽ ഇളവുകൾ നൽകിയതുകൂടി ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പിണറായി വിജയൻ, അതുപോലെ EP ജയരാജൻ, ഇവരെല്ലാം ആ നിലയിൽ തുടരുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ AK ബാലൻ, അതുപോലെ ശൈലജ ടീച്ചർ, AK ബാലൻ, അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ,
ഈ പറഞ്ഞതുപോലെ പ്രായത്തിന്റെ ഒരു പരിഗണനയിൽ നിന്നുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കൾ എന്ന നിലയിലാവണം ഈ സംസ്ഥാന സമിതിയുടെ ലിസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക ക്ഷണിതാവായി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന വിവരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുള്ള പേര് എന്ന് പറയുന്നത് വീണ ജോർജ് ആണ്. വീണ ജോർജ് ആരോഗ്യമന്ത്രി വന്നിട്ടുണ്ട്. അതുപോലെ പുതിയതായി ഈ പറഞ്ഞ ആളുകളൊക്കെ ജില്ലാ സെക്രട്ടറിമാരും അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിമാരായി ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, മലപ്പുറം, തൃശ്ശൂര് ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഇപ്പോൾ പുതിയതായി സംസ്ഥാന സമിതിയിലേക്ക് വന്നതാണ്. കണ്ണൂരിൽ നിന്ന് പ്രകാശൻ മാസ്റ്ററും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും സനോജും വസീഫും സംസ്ഥാന സമിതിയിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഇപ്പോൾ കൊങ്ങാട് MLA ശാന്തകുമാരി സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് മന്ത്രി ആർ ബിന്ദുവാണ് വന്നിട്ടുള്ളത്. എറണാകുളത്ത് നിന്ന് അനിൽകുമാറാണ് വന്നിട്ടുള്ളത്. മേയർ കെ പ്രസാദ്, ആലപ്പുഴയിൽ നിന്ന് CIT നേതാവ് അദ്ദേഹം വന്നിട്ടുണ്ട്. കെ പ്രസാദാണ് വന്നിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി അംഗമായ PR രഘുനാഥാണ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ കൊല്ലത്ത് നിന്നും S ജയമോഹനാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും ഇതുപോലെ DK മുരളി MLA-യും സംസ്ഥാന സമിതിയിലേക്ക് വന്നിട്ടുണ്ട്. ബിജു, ഇതിനോടകം തന്നെ സ്ക്രീനിലേക്ക് പ്രേക്ഷകർക്ക് ഇക്കാര്യങ്ങളാകെ മനസ്സിലാകും, വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ടുണ്ടെന്ന് കൂടി ഞാൻ വിചാരിക്കുകയാണ്. ശൈലിയിലാണ് ഇക്കാര്യങ്ങൾ, ഈ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി ആദ്യം തീർച്ചയായും ശരത് ഇപ്പോൾ